നമുക്കൊക്കെ തന്നെ സംശയം തോന്നുന്നു. എങ്ങനെ ഇപ്പോൾ ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവുന്ന എല്ലാ ടെക്നോളജിയും എങ്ങനെയാണ് ആധുനിക ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് മൂപ്പർക്ക് പഠിക്കാൻ കഴിയാന്ന്. മൂപ്പർക്ക് അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുത്തുള്ള വിശുദ്ധ ഖുർആൻ സത്യമല്ലേ പറയുള്ളൂ. വാല്ല മാതമൽ അസ്മാഉല്ലാഹെന്ന്. പ്രത്യേകിച്ച് ഈ സംവിധാനത്തിൻ്റെ ഒരു ബർക്കത്ത് അതൊക്കെ ഞങ്ങൾ പല ഘട്ടങ്ങളിലും അനുഭവിച്ചറിഞ്ഞതാണ്. ഞങ്ങൾ കുടുങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടല്ലോ ചില പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട്. അങ്ങനത്തെ ഘട്ടത്തിൽ മിൻഹൈസുലാ നഹ്തസിബു, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സഹായം ഇങ്ങോട്ട് വരികയാണ്. അള്ളാഹുവിൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ള ഒരു തുറസ്സുകൊണ്ട് വരിക. അപ്പം നമ്മളിങ്ങനെ കൺകുളിർക്കും, മനസ്സിലൊരു തണുപ്പ് അനുഭവപ്പെടും. സമൂഹത്തിനാകമാനം വലിയ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ വേഗത്തിൽ വലിയ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അതാണ് അതിൽ ഏറ്റവും വലിയ പോയിന്റ് അല്ലേ. SNEC പഠിച്ചിട്ട് എന്താവണം? റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിനു മുൻപ് ഒരു സ്ഥാപന സംവിധാനത്തിന്റെ മുഴുവൻ സീറ്റുകളിലേക്കും 3000-ഓളം അപേക്ഷകൾ വരിക, അതിൽ നിന്നും 1500-ഓളം കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാതെ പോവുക, ഇതൊരു അത്ഭുതമാണ്. അതെ, SNEC അതിൻ്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 4ാം വർഷത്തിന്റെ പഠനാരംഭമാണ് കാണുന്നത്. മുഖദ്ദിമ അതിന് തുടക്കമാവുകയാണ്. എല്ലാ സ്ട്രീമുകളിലുമുള്ള കുട്ടികളുടെ പഠനാരംഭമാണ് കുറിക്കപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കുളം ഖിദ്മത്തുൽ ഇസ്ലാം വുമൻസ് കോളേജിലാണ്. അവിടെ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു സദസ്സിൽ ഈ വർഷത്തെ പഠനാരംഭത്തിനെത്തിയ ധാരാളം കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ആ കുട്ടികൾക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മുഖദ്ദിമക്ക് തുടക്കമാകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ നഹ്മദുഹു ദൗമൻ വനശ്കുറുഹു അലാ ഹിദായതിഹി ലിദ്ദീനി ഇയ്യാനാ وللتفقه فيه أنه نهج. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فيا ربي يسر ولا تعسر رب زدني علما وحلما وفهما وعقلا وحفظا وأدبا كاملا. رب تمم